ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ശരിക്കും വറ്റിയിട്ടുണ്ട്. നല്ല കട്ടി ചാറ് പോലെ വന്നിട്ടുണ്ട്. ഞാൻ തന്നെ അഭിപ്രായം പറയുന്നത് ശരിയല്ല, സൂപ്പറായിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, വീണ്ടും സ്വാഗതം ചെറിയ മീഡിയ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക്. അപ്പോൾ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്, നിങ്ങൾ നല്ല സപ്പോർട്ടും തരുന്നുണ്ട്. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഞങ്ങൾ വീണ്ടും വീണ്ടും നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മൾ ബീഫിൻ്റെ ഹാർട്ട് പതിരെന്നൊക്കെ പറയും. അപ്പോൾ അത് നമ്മൾ കുരുമുളകൊക്കെ ഇട്ട് വരട്ടിയെടുക്കുന്ന വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. ഭയങ്കര ചോരമയം കാണുന്നുണ്ട്. ഇതൊന്ന് വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ തൊലി നമുക്കൊന്ന് കട്ട് ചെയ്ത്, നല്ല കട്ടിയുള്ള തൊലിയാണ് ഇതിൻ്റെ. അപ്പോൾ ഇത് തൊലി നമുക്ക് എടുത്ത് കളയണം. അപ്പോൾ ഇതിൻ്റെ തൊലി കാണുന്ന പോലെ നമുക്ക് ഒലിച്ച് കളയണം. നല്ല കട്ടിയുണ്ട് കേട്ടോ, വിചാരിച്ച പോലെയല്ല. അപ്പോൾ ഇതിൻ്റെ തൊലി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഇത് കട്ട് ചെയ്ത് കഴിയാറായിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, ഇത് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഒന്നുകൂടി വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. ചോരമയൊക്കെ പോകാവുന്ന രൂപത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഒരു 3-4 തവണ കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചോരമയൊക്കെ ഇപ്പോൾ നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, ഇനി ഇതിലേക്കായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ അരിഞ്ഞെടുക്കാനുണ്ട്. ആദ്യം നമുക്കൊരു 5 സവാള അരിഞ്ഞെടുക്കാം. ഇനി നമുക്കൊരു 40 അല്ലി ചെറിയുള്ളി ഈ കാണുന്ന പോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു 10 പച്ചമുളക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, ചട്ടി വെച്ചിട്ടുണ്ട്.
അപ്പോൾ ചട്ടി ചൂടായിട്ട് നമ്മളതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ എണ്ണ ചൂടായിട്ട് നമ്മളാദ്യം ഒരു 6 വറ്റൽ മുളകാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അല്പം പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. അപ്പോൾ കരിഞ്ഞ് വെച്ച ചെറുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് കരിഞ്ഞ് വെച്ച സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ച പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 4 ടീസ്പൂൺ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് കഴുകി വെച്ചിരിക്കുന്ന പോത്തിൻ്റെ പതിര് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ വെള്ളം ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതിനകത്ത് വെള്ളം അത്യാവശ്യം ഉണ്ടാവും. വേവുമ്പോൾ വെള്ളം ഇറങ്ങാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇപ്പോൾ പോത്തിൻ്റെ പതിര് നമ്മൾ മസാലയൊക്കെ ചേർത്ത് മിക്സാക്കി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 മണിക്കൂർ സമയം അടച്ചു വെച്ച് വേവിക്കാം. 1 മണിക്കൂറായിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഇപ്പോൾ 1 മണിക്കൂർ 1.5 മണിക്കൂറായിട്ടുണ്ട് നമ്മളിത് പതിര് അടപ്പത്ത് വെച്ചിട്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ശരിക്കും വറ്റിയിട്ടുണ്ട്. നല്ല കട്ടി ചാറ് പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, സമയമൊക്കെ ഒരുപാട് വൈകി. നമുക്കപ്പോൾ പതിര് കറി വെച്ചതും പത്തിരിയും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ പത്തിരിയും പതിര് വരട്ടിയതും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോണേ. നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം. പത്തിരി കറി ഇതിൻ്റെ മുകളിലേക്ക് വിളമ്പാം. അപ്പോൾ കൂട്ടുകാരെ, സമയമൊക്കെ ഒരുപാട് വൈകി. ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോണേ. കഴിച്ചു നോക്ക്. ഞാൻ തന്നെ അഭിപ്രായം പറയല് ശരിയല്ല, സൂപ്പറായിട്ടുണ്ട്. ടേസ്റ്റർ പറഞ്ഞ പിന്നെ നമുക്ക് അതിൽ അപ്പീലില്ല. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.